നമ്മളെല്ലാവരും ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും കാത്തിരിക്കുന്ന ഓണം എത്താനായി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു യൂസ്ഡ് കാർ ഈ ഓണക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നിങ്ങൾ തിരയുന്ന എല്ലാത്തരം ചെറുവാഹനങ്ങളും ഈ ഒരു ഷോറൂമിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ ഒരു 6 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിലാണ് നിലവിലുള്ള വാഹനങ്ങളുടെ പ്രൈസ് വരുന്നത്. നമ്മൾ സർട്ടിഫൈഡ് വാഹനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ വാഹനങ്ങൾക്ക് വാറണ്ടി നിൽക്കുന്നുണ്ട്. കൂടെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും. മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും ഈ പറയുന്ന വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ നൂലാമാലകളൊന്നുമില്ല. നമുക്ക് വളരെ വിശ്വാസമായി തന്നെ വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷോറൂം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പാലക്കാട് കോഴിക്കോട് മണലി ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോനോടെ യൂസ്ഡ് ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ വാഹനങ്ങളും ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ മാക്സിമം എത്ര പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ഒരു 40,000 രൂപ 50,000 രൂപ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ വാഹനങ്ങളും ഉള്ളും പുറവും വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാഹനമൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഈ ഓണം പ്രമാണിച്ചിട്ട് വാഹനം കിട്ടിയെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇപ്പോഴും യൂസ്ഡ് കാറുകൾ തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്ന നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയണത്. ഇനിയൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വാഹനങ്ങൾ കാണാം. മാരുതി സുസുക്കിയുടെ ബലേനോക്ക് ഒരുപാട് ആരാധകരുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം. ഇത് 2020 മോഡലിലെ മാരുതിയുടെ ബലേനോ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ്. 60,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ബാക്ക് വൈപ്പർ, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടീഷൻ ടയേഴ്സ് തന്നെയാണ്. നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,50,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ചെറിയ വാഹനമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇത് 2023 മോഡലും 24 രജിസ്ട്രേഷൻ വന്നിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ എന്ന് പറയുന്ന വാഹനമാണ്. LXA വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനം 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഇതുപോലത്തെ ചെറുവാഹനങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഇത് LXA വേരിയന്റ് ആണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വാഹനത്തിനുണ്ട്. 2 ഡോർ പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,35,000 രൂപയാണ്. ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2018 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXA ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 40,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടിയും കമ്പനി ഒരു വാഹനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ഒരു തരത്തിലും കംപ്ലൈന്റ് കാര്യങ്ങളില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇത് 2012 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VXA വേരിയന്റ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 62,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് VXA വേരിയന്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലുള്ള ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ഡെലിവറി സമയത്ത് എല്ലാ സ്ക്രാച്ചും കാര്യങ്ങളും തീർത്തിട്ട് നീറ്റായിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് വാഹനം കൈമാറുക. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,11,000 രൂപയാണ്. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു 2 വർഷം 3 വർഷത്തേക്കൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ലോ ബഡ്ജറ്റിൽ ഒരു വാഹനം അന്വേഷിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഓടിച്ചു പഠിക്കാൻ ചെറിയ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയൊരു വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ എന്ന വാഹനമാണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,50,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കണ്ടീഷൻ വാഹനമാണ്. നിലവിൽ പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,00,000 രൂപയാണ്. ഇത് 2016 മോഡല് ഓൾട്ടോ കേട്ടൺ VXA ഓട്ടോമാറ്റിക് ആണ്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വാഹനം 54,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. VXA വേരിയന്റ് ആയതുകൊണ്ട്
2 പവർ വിൻഡോസ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ്. പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഫോഗ് ലാംപ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ബമ്പർ സൈഡിലൊക്കെ കാണുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുക. ആ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കസ്റ്റമറുടെ കയ്യിലേക്ക് വാഹനം വരിക. ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ഇതിൽ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ബാക്കി ഒരു 3,10,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 48,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇത് VXA എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ 4 പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 8,54,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 95% വരെ ലോണും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ പറയുന്ന വാറണ്ടി സർവീസ് നൽകുന്നത്. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനം. നല്ല ക്വാളിറ്റി വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2009 മോഡൽ മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ZXA എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലൈൻറ്റും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ZXA ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോസ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,20,000 രൂപയാണ്. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. VXA ആണ് വേരിയൻറ്റ്. 70,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഈ പ്രൈസിൽ നമുക്ക് മാക്സിമം ഒരു 50,000 രൂപ വരെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ എഞ്ചിന് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസയർ 2012 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വാഹനം വെറും 95,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ VDA എന്ന് പറയുന്ന വേരിയൻറ്റിൽ 4 പവർ വിൻഡോസ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ്. ഏകദേശം ഒരു 70%-ഓളമുള്ള ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,50,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ലോണും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇത് 2016 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. LXA ഓപ്ഷനിലാണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഡാൻ സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ്. 5 സീറ്റർ ആണ്. ഇതിൽ 4 പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ട്. പിന്നെ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,50,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXA ആണ് വേരിയൻറ്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. 41,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോസ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,26,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 VXA വേരിയൻ്റ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 34,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXA എന്ന് പറയുന്ന വേരിയൻറ്റിൽ 4 പവർ വിൻഡോസ്, അതുപോലെ തന്നെ ABS, എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,85,000 രൂപയാണ്. ഇതിൽ ഈ ഒരു വാഹനം വാങ്ങാൻ വരുന്നത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 40,000 രൂപ, 50,000 രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 എന്ന് പറയുന്ന വാഹനമാണ്. VXA ആണ് വേരിയൻറ്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് പെട്രോൾ മാനുവൽ ആണ് കേട്ടോ. 43,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 4 പവർ വിൻഡോസ്, അതുപോലെ തന്നെ ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 70%-ഓളമുള്ള ടയേഴ്സ് വാഹനത്തിന് നിലവിലുണ്ട്.
എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കാണുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് വാറണ്ടി സർവീസൊക്കെ കൊടുക്കുന്നത്. ഇതിനിവർ ചോദിക്കുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. ഇതിലൊരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXI വേരിയൻ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 51,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവലാണ്. ഇത് LXI വേരിയൻ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വാഹനത്തിന് ഇൻക്ലൂഡ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഇതിനിവർ ചോദിക്കുന്ന പ്രൈസ് 3,64,000 രൂപയാണ്. ഏകദേശം ഒരു 40,000 രൂപ 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXI ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 1200 cc വരുന്ന വാഹനമാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS എയർ ബാഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,70,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 50,000 രൂപ 40,000 രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കൂടാതെ നല്ല ക്വാളിറ്റി വാഹനമായതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ഓൾ ഇന്ത്യ മാരുതി റേസ് സർവീസ് സെന്ററിൽ ഈ പറയുന്ന വാറണ്ടി സർവീസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് 2012 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ സാൻഡ്രോക്ക് സിംഗ് എന്ന വാഹനമാണ്. GL+ ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,10,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,41,000 രൂപയാണ്. ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 VXI വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 28,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇത് VXI ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ മാനുവൽ സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ഏകദേശം 70% ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,30,000 രൂപയാണ്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഒരു ഫാമിലി സെഗ്മെന്റ് വാഹനം തന്നെയാണ്. ഇത് 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറൊക്കെ ഏകദേശം ഒരു 80% ടയേഴ്സാണ് നിലവിലുള്ളത്. ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് 2,90,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഷെവർലെയുടെ ബീറ്റ് ഡീസൽ എഞ്ചിന് വരുന്ന വാഹനം ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നല്ല ക്വാളിറ്റി ബൈക്കാണ്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബീറ്റ് ആണ്. LS ആണ് വേരിയന്റ്. 77,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യമുള്ള കണ്ടീഷൻ ടയേഴ്സ് ആണ്. എല്ലാം കൊണ്ടും നല്ല ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ബീറ്റ് ഒരുപാട് ആളുകൾ തരുന്ന ഒരു വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആണ് വെറും 1,30,000 രൂപ. ഒരു മൈലേജ് സെഗ്മെന്റ് വാഹനമാണ് നിങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് മാരുതിയുടെ സെലീറിയോ. നമ്മുടെ അടുത്ത് നല്ലൊരു സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് 2022 മോഡലും 23 രജിസ്ട്രേഷനിലും വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. VXI വേരിയന്റ് ആണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഇത് 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് VXI എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് 4 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 40,000 രൂപ 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തിട്ട് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഇതിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2015 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. VXI വേരിയന്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. ഇതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും.